ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണോ? നമുക്ക് സുഖമാണ് കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ മത്തങ്ങ എരിശ്ശേരി ഇങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കി നോക്കുക. ഓണത്തിന് മസ്റ്റായിട്ടും വേണ്ട ഒരു കറിയാണ്. അപ്പോൾ വളരെ എളുപ്പമാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതേ നമ്മൾ പയറെടുത്തിട്ടുണ്ട്. ഉണക്കപ്പയർ നമ്മുടെ അവിടെയൊക്കെ പറയും. അപ്പോൾ ഇവിടെ അത് കിട്ടില്ല. അപ്പോൾ ഞങ്ങൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ എടുത്ത് കൊണ്ടുവന്നതാണ് കേട്ടോ പയർ. അപ്പോൾ അത് കുക്കറിലിട്ട് ഒന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. മത്തങ്ങ അരിഞ്ഞ് നമ്മൾ തനിയാണ് വേവിക്കണേ. ആ മത്തങ്ങ ചിലർ കുക്കറിലിട്ട് വേവിക്കുന്നവരുണ്ട്. പക്ഷെ നമ്മൾ തനിയെ വേവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഉടഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ചിലപ്പോൾ കുക്കറിൽ വെച്ച് ഭയങ്കരമായിട്ട് ഉടഞ്ഞു പോകണ കാരണം കൊണ്ട് തനിയെ സെപ്പറേറ്റായിട്ട് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി ഒരു ലേശം മുളക് പൊടി ഇട്ട് വേവിച്ചത് ഇതുപോലെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അധികം ഉടഞ്ഞിട്ടില്ല. ഈ പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് വേണ്ട അരപ്പ് നാളികേരം ചെറിയതും പിന്നെ 4 വെളുത്തുള്ളി, പിന്നെ അതുപോലെ തന്നെ വേണ്ടതാണ് നല്ല ജീരകവും, പിന്നെ 4 കറിവേപ്പിലയുടെ ഇലയും കൂടി ഉണ്ടായി കഴിഞ്ഞാൽ അരപ്പിനുള്ള എല്ലാ ഐറ്റംസായി. അപ്പം നമുക്ക് അതൊക്കെ ഒന്ന് വറുത്തെടുക്കാം. നാളികേരമൊക്കെ നല്ല വെളിച്ചെണ്ണയിലാണ് കേട്ടോ അതൊക്കെ ചെയ്യണേ. അപ്പോൾ വെളിച്ചെണ്ണയാകുമ്പോൾ ടേസ്റ്റ് കൂടും. ഓയിലും കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ കുറച്ച് വ്യത്യാസം ഉണ്ടാവും ടേസ്റ്റിൽ. അപ്പോൾ വെളിച്ചെണ്ണയാകുമ്പോൾ നല്ല ടേസ്റ്റ് കൂട്ടും കേട്ടോ. അപ്പോൾ എല്ലാവരും വെളിച്ചെണ്ണയിൽ ചെയ്യാൻ നോക്കുക, ശ്രദ്ധിക്കുക. അപ്പോൾ അതേ നല്ല ജീരകവും വേപ്പിൻ്റെ ഇലയും നാളികേരം വെളുത്തുള്ളിക്ക് ഒന്ന് വറുത്ത് ഒരു ചെമ്മന്ന കളറ്, അതായത് ഒരു പുളിയുറുമ്പിൻ്റെ കളറ് പോലെ ആവുക എന്ന് പറയാം. അപ്പോൾ അതുപോലെ ആക്കിയെടുക്കാം. അപ്പോഴേക്കിതേ നമ്മുടെ പയർ വെന്ത് വന്നിട്ടുണ്ട്. നല്ല ഉടഞ്ഞിട്ടില്ല. നമുക്കൊന്ന് കടിക്കാൻ പാകത്തിനാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതും നമ്മുടെ മത്തങ്ങയിൽ ഇട്ട് കൊടുത്ത് ഒന്ന് ആ വെള്ളം കൂടി ഒന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ ഇനി കുറച്ചും കൂടി വേവ് ബാക്കി അതൊക്കെ ഒന്ന് വെന്ത് സെറ്റായിക്കോളൂ കേട്ടോ. അങ്ങനെ നമ്മുടെ അരപ്പ് ഉള്ളത് റെഡി ആയിട്ടുണ്ട്. ഇനി അതൊന്ന് മിക്സിയുടെ ജാറിൽ ഒന്ന് കറക്കിയെടുത്താൽ മതി, വല്ലാണ്ട് അരയണ്ട. അത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അത് നമുക്ക് കാച്ചിയെടുക്കാം കേട്ടോ. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. ഇനി അതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് വറ്റൽമുളകും വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്ത് കടുകും കൂടി എടുത്തിട്ട് അതിൽ കാച്ചാനുള്ള എല്ലാം റെഡിയായി. അങ്ങനെ കാച്ചി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മത്തങ്ങ എരിശ്ശേരി റെഡിയായി. എല്ലാവരും വീഡിയോ കൊണ്ട് സപ്പോർട്ട് ചെയ്യുക.